മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന കാര്യത്തിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വയനാടിന് ലഭിക്കുന്ന തുക വയനാടിന് നൽകിയാൽ മതി, അക്കാര്യം ഉറപ്പുവരുത്തിയാൽ മതി. രാഷ്ട്രീയ വിവാദത്തിനില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എറണാകുളത്ത് തന്നെ വലിയ തട്ടിപ്പ് ഈ CMDRF നടന്നു. മാത്രമല്ല CMDRF മുഖ്യമന്ത്രിക്ക് ഒരു അപ്രമാദിത്വം ഉണ്ടത് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. ഇത് ശരിയാണ്. പക്ഷേ നമ്മൾ വയനാടിലെ കാര്യത്തിന് വേണ്ടി ആളുകൾ പണം കൊടുക്കുക, അത് വയനാടിലെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ആളുകൾ അതിനെക്കുറിച്ച് പരാതി പറയുന്നത്. കാരണം അന്ന് 2018 ഫ്ലഡിൽ CMDRF കിട്ടിയ തുക മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യമുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ശമ്പളം കൊടുക്കുന്നു, ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? വയനാട്ടിലെ സങ്കടങ്ങൾ കണ്ടിട്ട് ആ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾ അധ്വാനിക്കുന്ന ഈ തുക ഉപകരിക്കട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ്. പിന്നീട് നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചറിയാണ് നിങ്ങളുടെ ശമ്പളം അതിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്, വേറെ ഏതോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ശരിയാണോ? അത്രയും മാത്രമേ ഉള്ളൂ. വളരെ ലളിതമാണ്. ഞാനത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത്. പക്ഷേ ഉറപ്പുവരുത്തണം. ഞാൻ ഡേ 1 മുതൽ പറയുന്നതാണ്, ഉറപ്പുവരുത്തണം. ഇത് എത്ര കോടി രൂപയാണ് CMDRFിലേക്ക് വയനാടിന് വേണ്ടി വരുന്നത്, അത് അതിനു വേണ്ടി തന്നെ മാറ്റി വയ്ക്കണം. അത് വയനാട്ടിൽ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയണം. നാളെ നമുക്കിതുപോലെ ആവശ്യം വരും, എന്തെങ്കിലും ഇതുപോലെ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ പല ആവശ്യങ്ങൾക്കും വരും. അപ്പോൾ ആളുകൾ ധൈര്യത്തോടു കൂടി ഇങ്ങനൊരു കാര്യത്തിന് പണം കൊടുത്താൽ അതിനുവേണ്ടി തന്നെയായിരിക്കും ചിലവാക്കുന്നത് എന്ന് മനസ്സിൽ നമുക്കൊരു ഉറപ്പ് വേണം. ഞാനും എൻ്റെ ശമ്പളം കൊടുക്കുമല്ലേ, നിങ്ങൾ പലരും കൊടുക്കുമല്ലേ. അപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമല്ല. കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ചുകൂടി വ്യക്തത, കുറച്ചുകൂടി സുതാര്യത CMDRFിന് വേണം. എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച് വിവരാവകാശം ചോദിച്ചവർക്ക് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ തന്നെ ഇത് സംബന്ധിച്ച് ഒരു 3ഓളം അപ്പീലുകൾ കിടക്കുന്നു. വിവരാവകാശ കമ്മീഷനെ ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നു. അതിലവർ ഒരുപാട് പരിമിതികൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും